മാസ്റ്റേഴ്സ്, വെൽക്കം ടു VMC മലയാളം. VMC എന്നാൽ വെജിറ്റേറിയൻ മെഡിറ്റേഷൻ ചാനൽ. എൻ്റെ പേര് സീമ സുഭാഷ്. ഇന്ന് നമ്മൾ എറണാകുളം കോട്ടപ്പടിയിലുള്ള ശശി സാറിന്റെ ഒപ്പമാണുള്ളത്. അദ്ദേഹം ധ്യാനത്തിൽ വന്നിട്ട് അദ്ദേഹത്തിന്റെ ധ്യാന ദിവ്യ അനുഭവങ്ങൾ നമ്മളോട് പറയാനായിട്ട് റെഡി ആയിട്ടുണ്ട്. വെൽക്കം സർ, വെൽക്കം ടു VMC മലയാളം. നമസ്കാരം, ഞാൻ ശശി ടി.എ. ബ്രഹ്മർഷി പിതാമഹ പത്രിജിക്കും ശ്രീ സീമാജിക്കും സുഭാഷ്ജിക്കും ഈ ദിവ്യാത്മ സ്വരൂപർക്കെല്ലാം എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. ഞാൻ ഈ VMC മലയാളം ചാനൽ പ്രോഗ്രാമിലൂടെ ഞാൻ എത്തിപ്പെട്ടത് എൻ്റെ ഒരു സുഹൃത്ത് മോഹനൻ എന്ന ഒരാൾ പറഞ്ഞാണ് ഞാൻ ഇതിലേക്ക് വന്നത്. കഴിഞ്ഞ ഡിസംബർ 18-ാം തീയതി, അതായത് 2022 ഡിസംബർ 18-ാം തീയതി സീമാജി പങ്കെടുത്ത ഒരു പ്രോഗ്രാമിൽ VMC മലയാളത്തിൻ്റെ സത്സംഗത്തിൽ ആണ് എൻ്റെ ഒരു സുഹൃത്ത് മോഹനൻ പറഞ്ഞാണ് ഞാൻ ഈ സത്സംഗത്തിൽ പങ്കെടുക്കാൻ കാരണം. കാരണം ഉണ്ടായിരുന്നോ എന്ന് വെച്ചാൽ, ഞാൻ വർഷങ്ങളായിട്ട് ഈ ശ്രീനാരായണ ഗുരുദേവൻ്റെ പാത പിന്തുടരുന്ന ഒരാളാണ്. SNDP പ്രസ്ഥാനത്തിൽ ഞാൻ വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്നതാണ്. ഒരു 38-42 വർഷമെങ്കിലും ആയിട്ടുണ്ട് ഞാൻ SNDP പ്രസ്ഥാനത്തിൽ തുടർച്ചയായിട്ട് പ്രവർത്തിക്കുന്നു. ഗുരുദേവ ദർശനങ്ങൾ ഉൾക്കൊള്ളുകയും ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുക. ഒപ്പം ഈ SNDP വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ പൊതുവെ അവർ ഗുരുദേവനെ ആരാധിക്കുന്നവരാണെങ്കിൽ തന്നെയും ഗുരുദേവൻ പറയുന്ന കാര്യങ്ങൾ ഒരു അക്ഷരം പോലും അതിലേക്ക് ആചരണത്തിൽ കൊണ്ടുവരികയോ അതനുഷ്ഠിക്കുകയോ അദ്ദേഹത്തിൻ്റെ വാക്കുകളെ ഒരു നല്ല രീതിയിൽ പഠിച്ച് അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനോ അതനുസരിച്ച് ആചരിച്ച് ജീവിക്കുവാനോ തയ്യാറല്ലാത്ത ഒരു വിഭാഗമായിട്ടാണ് എനിക്കന്ന് കാണാൻ കഴിഞ്ഞത്. അത് എൻ്റെ കാഴ്ചപ്പാട് തെറ്റല്ല എന്ന് പറഞ്ഞാൽ, ഞാൻ അത്ര വർഷം ഇതിലെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ ഇത് ഗുരുദേവനെ ആരാധിക്കുന്ന ആൾക്കാരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ദരിദ്രനാരായണന്മാരായിട്ടുള്ള കുറേ ആൾക്കാരുണ്ട് ഈ SNDP പ്രസ്ഥാനത്തിൽ. അവർക്കെല്ലാം ഒരു നന്മ വരുന്ന രീതി ഗുരുദേവൻ ഒരു പുരുഷായുസ് മുഴുവനും അവർക്ക് വേണ്ടിയിട്ട് നഷ്ടപ്പെടുത്തി എന്ന് പറയാൻ പാടില്ല. പുരുഷായുസ് മുഴുവൻ നഷ്ടപ്പെടുത്തി അദ്ദേഹം കണ്ടെത്തിയ ഒരു ആത്മസ്വരൂപം, അദ്ദേഹത്തിനുണ്ടായ അനുഭൂതികളും കാര്യങ്ങളും എല്ലാവരിലേക്കും വിവരിച്ചെങ്കിലും അത് ആ പാത പിന്തുടരാൻ വേണ്ടി മറ്റാരും ശ്രമിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആ ദർശനങ്ങൾ, ഗുരുദേവ ദർശനങ്ങൾ ഞാൻ വളരെ ചെറുപ്പത്തിൽ തന്നെ എനിക്ക് അതിലേക്ക് എന്തോ ഒരു ആകർഷണനായി ഇതിൽ ഞാൻ പ്രവർത്തിച്ചു പോരുകയായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ ഉന്നമനവും അതുപോലെ സാധാരണക്കാരായിട്ടുള്ള ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്, ഒന്നുമില്ലാത്തവരിൽ എവിടെ തുടങ്ങുന്നുവോ അവിടെയാണ് ഗുരുധർമ്മം തുടക്കം കുറിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഗുരുദേവൻ്റെ പാത പിന്തുടർന്ന് ഞാൻ SNDPയിലുള്ള എല്ലാ ആൾക്കാരെയും അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് വളരെയധികം ഒത്തിരി കഷ്ടനഷ്ടങ്ങളൊക്കെ സഹിച്ചാണെങ്കിലും ഞാൻ പ്രവർത്തിച്ചു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ ഗുരുദേവൻ്റെ നിർദ്ദേശപ്രകാരം എന്ന് പറയാം, നാം എല്ലാം ഞാൻ ആരെന്ന് പറയാറുണ്ട്. ഈ ഞാൻ ആരെന്ന് ഓരോരുത്തരും അറിയണമെന്നുള്ള ഗുരുദേവൻ്റെ ആ ഒരു കൽപ്പന, അത് പാലിക്കാൻ വേണ്ടി ഞാൻ അത് അന്വേഷിച്ച് നടക്കുകയായിരുന്നു. എങ്ങനെ നമുക്ക് ഈ ഗുരുദേവ ദർശനങ്ങളെ പറ്റി അറിയാൻ പറ്റും, അല്ലെങ്കിൽ ഈ ഞാൻ ആരെന്ന് നമുക്ക് എങ്ങനെ പഠിക്കാൻ പറ്റും എന്നുള്ളതിനെപ്പറ്റി ഞാൻ മനസ്സിൽ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. അങ്ങനെ അന്വേഷിച്ച് അദ്വൈതാശ്രമത്തിലും അങ്ങനെ പല സ്ഥലങ്ങളിലും പോകും. കൂടാതെ ഇദ്ദേഹത്തിൻ്റെ ആത്മോപദേശ ശതകം, ഗുരുദേവൻ നമുക്കായി തന്ന ആത്മോപദേശ ശതകത്തിലെല്ലാം ഉണ്ട്, എല്ലാ സംഭവങ്ങളും. ഒരു മനുഷ്യൻ എന്തായിരിക്കണം, ഒരു കുട്ടി ജനിച്ചാൽ അത് ഇത്ര എന്തായിരിക്കണം, അതിൻ്റെ തുടക്കം മുതൽ ഒരു വിദ്യാഭ്യാസം, തുടക്കം ഒരു ഗുരുകുല സമ്പ്രദായത്തിലും അതുപോലെ തന്നെ ബ്രഹ്മചര്യ ഉള്ള ഒരു ജീവിതം നയിക്കണമെന്നും ഗുരുദേവൻ നമ്മളോട് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അതിൽ പ്രകാരം ബ്രഹ്മവിദ്യാലയത്തിൽ ചേർന്ന് പഠിക്കാനും
അതിനുള്ളൊരു തയ്യാറെടുപ്പ് ഞാൻ ഒരു കാലഘട്ടത്തിൽ നടത്തിയതാണ്. നിർഭാഗ്യവശാൽ എനിക്ക് അന്ന് എൻ്റെ സാമ്പത്തിക പ്രതിസന്ധികളും പ്രശ്നങ്ങളും കുടുംബത്തിൻ്റെ ആ ഒരു പരിതസ്ഥിതി കണക്കിലെടുത്ത് എനിക്കത് അന്ന് തുടരാൻ കഴിഞ്ഞില്ല. അല്ലെങ്കിൽ ഞാൻ ഇന്നൊരു ബ്രഹ്മവിദ്യാലയത്തിൽ പോയി പഠിച്ച് നല്ലൊരു ഗുരുദേവൻ്റെ അരുമ ശിഷ്യനെ പോലെ തന്നെ കഴിയുന്ന ഒരാളായി മാറിയാണ്. എനിക്ക് അത്രമാത്രം ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. സത്യസന്ധമായിട്ട് പ്രചരിപ്പിക്കാൻ പറ്റില്ലായിരുന്നു. ഇപ്പൊ VMCയിൽ വന്നതിന് ശേഷം ഈ ആനാപാനസതി ധ്യാനം ചെയ്തതിനു ശേഷം സാറിലുണ്ടായ തിരിച്ചറിവുകൾ, ഗുരുദേവൻ പറഞ്ഞ ആ ധ്യാനം എന്തുള്ളത് അറിയാൻ പറ്റിയോ? അവനാണ് കൃത്യമായിട്ട് അറിയാൻ കഴിഞ്ഞു. ഇതിൽ എന്തൊക്കെ പറഞ്ഞാലും ഒരു കാര്യം സത്യമാണ്. പത്രിജി നമ്മൾക്ക് പറഞ്ഞു തന്നിരിക്കുന്ന കാര്യങ്ങൾ അതേപടി ഒരു വ്യത്യാസവും കൂടാതെ ജനങ്ങളിലേക്ക് അവരുടെ മനസ്സിലേക്ക് ഇടിച്ചു കയറത്തക്ക രീതിയിൽ കൃത്യമായ ഭാഷയിൽ, കൃത്യമായ മലയാളത്തിൽ, നല്ല മലയാളത്തിൽ സീമാജി നമുക്ക് പകർന്നു തരുന്നുണ്ട് എന്നുള്ളതാണ് എന്നെ ആകർഷിച്ച ഏറ്റവും വലിയൊരു സംഭവം. കാരണം ഇത്രയും കൃത്യമായൊരു പച്ച മലയാളം, അതേ രീതിയിൽ അവതരണ ശൈലി, മനുഷ്യനും മനസ്സിലാക്കത്തക്ക രീതിയിലും അത് എത്രമാത്രം ഹൃദിസ്ഥമാക്കത്തക്ക രീതിയിലുമാണ് സീമാജി നമുക്കത് വിവരിച്ചു തരുന്നത്. അത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. പിന്നെ അതിൽ ഈ പച്ച മലയാളത്തിലാണെങ്കിൽ തന്നെ നമ്മൾ അത് കേട്ടിട്ട് അതിന് പ്രതികരിക്കുന്ന അല്ലെങ്കിൽ അനുഭവങ്ങൾ പറയുന്ന ദിവ്യാത്മസ്വരൂപന്മാർ പലപ്പോഴും അതിൻ്റെ പ്രതികരണം പല സീമാജിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള ആ പ്രതികരണങ്ങൾ പലപ്പോഴും എനിക്കും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ സീമാജി അത് നല്ല രീതിയിൽ ആചരിക്കാത്തവരോടാണത് പറയുന്നത്. ആ ആചരണം നല്ല രീതിയിൽ ചെയ്യാത്തതിൻ്റെ പോരായ്മയാണ് ഇപ്പോൾ ഈ നമ്മുടെ ദിവ്യാത്മസ്വരൂപരായിട്ട് വന്നിട്ടുള്ള ആൾക്കാരിൽ സംഭവിക്കുന്നത്. ആർക്കും അതിൽ നിലനിൽക്കാൻ കഴിയുന്നില്ല. ശക്തിയില്ലാത്തവർക്ക്, അതുപോലെ തന്നെ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നവർക്കാണെങ്കിലും അവർക്ക് ശക്തിയില്ല, പോരായ്മകളുണ്ട്, ഒത്തിരി പോരായ്മകളുണ്ട്. കാരണം ഒന്ന്, നമ്മളോട് പത്രിജി എന്താണോ പറഞ്ഞത് അത് ആചരിക്കാൻ നമ്മളോട് പ്രസ് ചെയ്ത് പറയുന്നുണ്ട്. നല്ല രീതിയിൽ നിങ്ങൾ ആഴത്തിൽ പഠിക്കുകയും അത് മനസ്സിലാകത്തക്ക രീതിയിലാണ് സീമാജി വിവരിച്ചു തരുന്നത്. അത് നമ്മളത് അതിൻ്റേതായ ശൈലിയിൽ അർത്ഥത്തിലെടുക്കുകയും അത് ആചരിക്കാനും സ്വയം പഠിക്കാനും അത് മറ്റുള്ളവരിലേക്ക് ആചരിച്ചു കൊണ്ട് ആ ആചരണത്തിൽ കൂടി നമ്മൾ ശക്തരായി തീർന്ന് ആ ശക്തി നേടി അത് മറ്റുള്ളവരിലേക്ക് പകർത്തി കൊടുക്കാനുള്ള ഒരു മനസ്സ് ഈ കൂട്ടർക്കില്ല എന്നുള്ള ഒരു പോരായ്മ ഞാനതിൽ ഉടനീളം കാണുന്നുണ്ട് പലരിലും. ഇന്ന് തന്നെ ഇപ്പോൾ ആലുവ അദ്വൈതാശ്രമത്തിൽ നടന്ന ഒരു സത്സംഗത്തിൽ പല ആൾക്കാരിലും അവർ വന്ന് എല്ലാം ആചരണം സത്സംഗം കഴിഞ്ഞ് പുറത്തേക്ക് ഭക്ഷണം കഴിക്കാൻ പോകുന്ന സമയത്ത് വരെ സീമാജി പറഞ്ഞ പല കാര്യങ്ങൾ ലംഘിച്ചതായിട്ട് എൻ്റെ ഇരുപുറത്ത് ഇരുന്ന ആൾക്കാരെ എനിക്ക് കാണാൻ കഴിഞ്ഞു. അവർക്ക് സീമാജി പറയുന്ന രീതിയിലുള്ള ഒരു എന്താ പറയുന്നത്, ഒന്ന് അതിൻ്റേതായ പോരായ്മ ആ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വരെ നമുക്ക് കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു സത്യം. അതുപോലെ സീമാജിയോട് സംസാരിക്കുമ്പോൾ പലപ്പോഴും നല്ല മലയാളത്തിലാണ് നമ്മളോട് സംസാരിക്കുന്നത്. അവർ പലരിലും ഉണ്ടാകുന്നൊരു പ്രതികരണത്തിൽ ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നത്. ഈ ഭയങ്കരം എന്ന് ഉദ്ദേശിക്കുന്നത് തന്നെ നമുക്കൊരു ഭയാനകമായ രീതി എന്നല്ലേ അതിനർത്ഥമാക്കുന്നത്. വളരെ നല്ലത്, വളരെ നല്ല, നമുക്ക് വളരെ നല്ലതെന്ന് മലയാളത്തിൽ പറയാവുന്നത് ആണ് ഈ ഭയങ്കര. എനിക്ക് ഭയങ്കര ഫീൽ ചെയ്തു എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എനിക്ക് എപ്പോഴും അതെന്തൊരു വേറിട്ടൊരു ഇതുപോലെ തോന്നാറുണ്ട്. അതുകൊണ്ട് ഇനി നമ്മൾ ഇതിൽ അഭിമുഖത്തിന് വരുന്ന ആൾക്കാരോ ഇതുപോലെ ഇൻ്റർവ്യൂ കൊടുക്കുമ്പോഴൊക്കെ നമ്മൾ കഴിയുന്നത്ര ആ ഭയങ്കരം എന്നുള്ളൊരു വാക്ക് അത് സന്ദർഭോചിതമായിട്ട് ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ പല സ്ഥലങ്ങളിലും ആ ഭയങ്കരം അതിഭയങ്കരമായിട്ട് വേറെ തലങ്ങളിലേക്ക് പോവുകയാണ്. സീമാജി പറയുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ എത്രമാത്രം ഉൾക്കൊണ്ടു എന്നുള്ളതാണ്. അത് ഒരു ഭയാനകം ആകുന്ന രീതിയില്ല. മലയാളത്തിൽ ഭയങ്കരം എന്ന് പറയുന്നത് ഒരു 7ാം ക്ലാസ്സിൽ പഠിച്ചൊരു ഈ പദ്യത്തിൽ അതുണ്ട്. ഈ തിരമാലകൾ ഇങ്ങനെ ഉയർന്നു വരുന്ന ഒരു ഭാഗം അതൊരു ഭയാനകമായ ഭയങ്കരമായ ഭയങ്കരത്തിൽ ആ ഭയമുള്ളത് കൊണ്ടാണോ അങ്ങനെ
ആ ആ ആ ഓക്കെ ഓക്കെ. അപ്പൊ വളരെ അധികം എന്നുള്ള ഒരു അതിനെ കാണിക്കുന്ന ഒരു പാർട്ടായിട്ടാണ് പലരും ഉപയോഗിക്കുന്നത്. ആണ് ഭയങ്കരം എന്നുള്ളത് അത് അതുപോലെയുള്ളൊരു ഭാഗത്ത് അത് ഉപയോഗിക്കാം, കുഴപ്പമില്ല. ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ കടൽ തിരമാലകൾ, വലിയ തിരമാലകളൊക്കെ അടിച്ചു വരുമ്പോൾ നമുക്കൊരു ഭയാനകമാണ് ആ ഒരു പ്രതീതിയാണ് ഉൾക്കൊള്ളുന്നത്. അപ്പോൾ ആ ഒരു രീതിക്ക് മാറ്റം വരുത്തണം എന്ന ഒരു അപേക്ഷയാണ് എനിക്ക് എല്ലാ നിങ്ങളോടും പറയാനുള്ളത്. ബാക്കിയെല്ലാം കറക്റ്റാണ്, ബാക്കി നല്ല മലയാളമാണ്. ഇത്രയും ഒരു നല്ല മലയാളം ഞാൻ ഇതുപോലെ മറ്റാരും പറഞ്ഞു കേട്ടിട്ടില്ല. ആരെവിടെ ഉപയോഗിച്ചാലും അതിലൊക്കെ പല പോരായ്മകളും കാണുന്നത്. ഇത് ആ പച്ച മലയാളം എന്ന് പറയാം, നമുക്ക് ആ മലയാള തനിമ പറയിപ്പിക്കുന്നതാണ്. അപ്പോൾ സീമാജി അത് നല്ല രീതിയിൽ നമുക്ക് അവതരിപ്പിച്ച് തരുന്നുണ്ട്. അപ്പം അതിന് ഇടയ്ക്ക് നമ്മൾ ഈ ഭയാനകം ഒന്ന് ശ്രദ്ധിക്കണമെന്ന്. ഏത് സമയത്ത് ആരാണ് ഇതിലൂടെ പ്രവേശിക്കുന്നത് അറിയില്ല. എന്തായാലും അത് തീർച്ചയായിട്ടും അവയർനെസ് കൊണ്ടുവരാൻ ശ്രമിക്കാം, തീർച്ചയായിട്ടും ശ്രദ്ധിക്കാം. പിന്നെ ധ്യാനത്തിലേക്ക് വന്നതിന് ശേഷം മാഷുക്കുണ്ടായ മാറ്റങ്ങൾ, അതായത് വേറെ വല്ല ആരോഗ്യ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഭൗതികതയിൽ എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ ധ്യാനത്തിൽ വന്നതിന് ശേഷം എന്ന് പറയാൻ എന്തെങ്കിലും ഉണ്ടോ? വളരെ കാര്യങ്ങൾ പറയാനുണ്ട്. എനിക്ക് ആദ്യമായി വന്ന മാറ്റം എന്ന് പറഞ്ഞാൽ 5-6 വർഷമായിട്ട് ഡിസ്ക് കംപ്ലൈൻറ്റ് എന്നൊരു പ്രശ്നം നമ്മളെ ഇതിലുണ്ടായിരുന്നു. ആ ഡിസ്ക് കംപ്ലൈൻറ്റിന് എറണാകുളം ഒരു ഹോസ്പിറ്റലിൽ നിന്ന്, ലിസി ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നു. ആ മരുന്ന് കഴിച്ച് 2 വർഷം കഴിഞ്ഞപ്പോൾ അവർ മരുന്ന് നിർത്തി. പിന്നെ എക്സർസൈസൊക്കെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ എക്സർസൈസും ചെയ്ത് പിന്നെ ഇനി മരുന്ന് വേണ്ട എന്ന് പറഞ്ഞാൽ എങ്കിൽ തന്നെയും ഒരു 45 മിനിറ്റ് കൂടുതൽ ഇരുന്ന ഒരു കസേരയിലോ അല്ലെങ്കിൽ നമ്മൾ ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ ഡ്രൈവിംഗ് സീറ്റിലോ ഇരിക്കാൻ പാടില്ല. 45 മിനിറ്റ് 40 മിനിറ്റുള്ള ഞാൻ എവിടെയെങ്കിലും ലോങ് ട്രിപ്പൊക്കെ ആണെങ്കിൽ വണ്ടി സൈഡാക്കിയിട്ട് ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ ഒന്ന് റിലാക്സ് ചെയ്തിട്ട് വീണ്ടും യാത്ര തുടരലാണ് പതിവ്. ഞാൻ പൂക്കാട്ടുപടി എന്ന സ്ഥലത്തേക്ക് ഇവിടുന്ന് ഒരു 45 മിനിറ്റ് സമയം രാവിലെ ചിലവഴിച്ചാണ് അവിടം വരെ വന്നത്. അപ്പോൾ എഴുന്നേറ്റ് മാറി നിൽക്കേണ്ട സമയമായപ്പോഴേക്കും പൂക്കാട്ടുപടിയിൽ നമ്മുടെ ധ്യാനം അന്ന് നടന്ന, അതായത് ഡിസംബർ 18-ാം തീയതി നടന്ന ആ ധ്യാന സ്ഥലത്തെത്തി. അന്ന് 10 മണിക്ക്, കൃത്യം 10 മണിക്ക് തന്നെ നമ്മൾ സത്സംഗം അവിടെ സ്റ്റാർട്ട് ചെയ്യുകയും ഒരു 1 മണിക്ക് അത് അവസാനിക്കുകയും ചെയ്തു. ഈ 1 മണിക്ക് അവസാനിച്ച് ഞാൻ എഴുന്നേറ്റ് നിന്നപ്പോൾ എന്നെ ഈ VMCയിലേക്ക് പരിചയപ്പെടുത്തിയ ശ്രീ മോഹൻജി, അദ്ദേഹം എൻ്റെ പുറകിൽ തന്നെ സീറ്റിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം ഞാൻ എഴുന്നേറ്റ് നിന്നപ്പോൾ എന്നോട് ചോദിച്ചു, നിനക്ക് പ്രശ്നമൊന്നുമില്ല, എണീറ്റിപ്പോൾ സ്റ്റഡി ആയിട്ട് നിൽക്കണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്നെ തന്നെ അന്നേരം ഒന്ന് ശ്രദ്ധിച്ച് നോക്കി. ശരിയാ, മറ്റേ ഞാൻ എഴുന്നേറ്റ് നിന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു ചെറിയൊരു വളവുണ്ടാവും, അല്ലെങ്കിൽ എൻ്റെ ജോയിൻറ്റിൻ്റെ ഈ ഭാഗം വേദന ഉണ്ടാവും, കറക്റ്റായിട്ട് നിൽക്കാൻ പറ്റില്ല. എഴുന്നേറ്റ് നിൽക്കുമ്പോൾ തന്നെ കൈ ഇവിടെ ബാക്കിൽ വച്ചിട്ട് ഞാൻ തിരുമ്മി കൊടുക്കാറുണ്ട്. അപ്പോൾ അത് അത്ഭുതകരമായ രീതിയിലൊരു സംഭവം അവിടെ സംഭവിച്ചത്. അത് എന്നെ ദൈവം അവിടെ ആ ആദ്യ ഘട്ടത്തിൽ തന്നെ, തുടക്കത്തിൽ തന്നെ അത് എന്നെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തി. ആ ഒരു അത്ഭുതകരമായൊരു സന്ദേശമാണ് എനിക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ളത്. ഒറ്റ ധ്യാനത്തിൽ തന്നെ. അതെ, സത്യം. അത്ര സത്യമാണ് ആ ധ്യാനമൊന്നും. അതുപോലെ എനിക്കത് എങ്ങനെ അത്രയും ഉൾക്കൊള്ളാൻ കഴിഞ്ഞു എന്നും, അപ്പോൾ എനിക്കൊരു മുൻകാല ടച്ചിങ് ഇതിലുണ്ടോ എന്ന് ഞാൻ വരെ സംശയിക്കും. പിന്നെ ഇതിൽ നിന്ന് ഓരോ വീഡിയോയിൽ നിന്നും നമുക്ക് കിട്ടുന്ന നിർദ്ദേശം ഞാൻ സശ്രദ്ധം കേട്ടപ്പോൾ മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ, ഈ സ്വഭാവങ്ങൾ എനിക്ക് നേരത്തെ ഉണ്ട്, ചെറുപ്പത്തിൽ പോലും ഉണ്ട്. ഞങ്ങളൊരു 1976 ഞങ്ങളൊരു ക്ലബ്ബ് രൂപീകരിച്ചു. ആ ക്ലബ്ബിൽ ഇതുപോലെ സീമാജി പറയും പോലെ നമ്മൾ മറ്റുള്ളവരിലേക്ക് എന്തെങ്കിലും സേവനം ചെയ്യണം. അതുപോലെ മറ്റുള്ളവരുടെ ആ ഒരു കഷ്ടത, ബുദ്ധിമുട്ടുകൾ നമ്മൾ കാണണം. അന്ന് ഞാനത് വിഭാവനം ചെയ്തു മനസ്സിൽ. ഇതുപോലെ 76 വിഭാവനം ചെയ്യുകയും ഞാൻ നമ്മുടെ സുഹൃത്തുക്കളോട് പറയുകയും ചെയ്തു, നമുക്കിവിടെ ഈ നായഞ്ചേരി കേന്ദ്രമാക്കിയിട്ട് ഈ കഷ്ടപ്പെടുന്ന ആൾക്കാരെ സഹായിക്കാനുള്ളൊരു സംഭവം നമുക്കുണ്ടാക്കണം. അതുപോലെ അപകടം പറ്റുന്ന ആൾക്കാരെ തത്സമയം ആശുപത്രിയിൽ എത്തിക്കാനുള്ളൊരു സംഭവം ചെയ്യണം എന്നൊക്കെ അന്ന് പറഞ്ഞു. അത് സത്യപ്രചരണം ഇപ്പോൾ ഞാൻ ഈ 1 വർഷമായിട്ട്, ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇന്ന് 10-ാം തീയതിയാണ്, 8 ദിവസത്തോടെയും കഴിഞ്ഞാൽ കൃത്യമായിട്ട് 1 വർഷം തികയാണ് VMCയിൽ എത്തിയിട്ട്. ഞാൻ അന്ന് മുതൽ SNDPയുടെ എല്ലാ ഈ മാസത്തിലും ഒരു
കുടുംബയോഗങ്ങളുണ്ട്. ആ കുടുംബയോഗത്തിൽ അന്ന് മുതൽ ഞാൻ പറയുന്നുണ്ട്, നമുക്ക് ഈ രോഗം മാറാൻ വേണ്ടി നമ്മുടെ അവിടെ ഞാൻ ആദ്യം ചെന്ന ഈ VMC ഇതിൽ മെഡിറ്റേഷനിൽ പങ്കെടുത്തിട്ട് ഞാൻ ചെന്ന പിറ്റേ കുടുംബയോഗത്തിൽ തന്നെ ഞാൻ ഇത് അവതരിപ്പിച്ചു. ഇങ്ങനെ ഒരു സംഭവമുണ്ട്, അവിടെ നമ്മുടെ ആൾക്കാർ മുഴുവനും രക്ഷപ്പെടുത്താൻ ഒരു രക്ഷാമാർഗമാണ് ഇത്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ആൾക്കാർ മുഴുവനും ഈ മെഡിറ്റേഷൻ പഠിപ്പിക്കണം. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഞാൻ ചെന്ന സമയത്ത് അവർ ഈ സുഖമില്ലാത്ത ആൾക്കാർക്കും മെഡിസിൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർക്കും ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക സഹായം ചെയ്യണം എന്നുള്ളൊരു അഭിപ്രായം അന്ന് അവിടെ പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ തന്നെ പറഞ്ഞു, ഇതിനു വേണ്ടി നമ്മൾ അത്രയും കഷ്ടപ്പെടണ്ട, പൈസ കൊടുക്കണ്ട, 10 പൈസ പോലും മുടക്കില്ലാതെ, 1 രൂപ പോലും മുടക്കില്ലാതെ സീമാജി വളരെ വിശദമായിട്ട് നമ്മളെ അതിലേക്ക് മെഡിറ്റേഷനിലേക്ക് പഠിപ്പിക്കും. പത്രികയുടെ ആ ആജ്ഞ എന്താണോ അത് നമ്മുടെ സീമാജി കൃത്യമായിട്ട് പാലിക്കുക, അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു പൈസ പോലും ആഗ്രഹിക്കാതെ, 10 പൈസ പോലും ലാഭം മോഹിക്കാതെ ചെയ്യുന്നുണ്ടെന്ന് ഞാനന്ന് പറഞ്ഞു. അത്ര കൃത്യമായിട്ടും പറഞ്ഞ് അന്ന് മുതൽ ഇന്ന് വരെ ശാഖയുടെ സെക്രട്ടറി, പ്രസിഡന്റ് അവരുടെ യോഗത്തിൽ ചെന്ന് സംസാരിച്ചു, നമുക്കിതുപോലൊരു അവസരം ഉണ്ടാക്കണം, സീമാജിയെ കൊണ്ടുവന്ന് നമുക്ക് ഇവിടെ ഒരു മെഡിറ്റേഷൻ ക്ലാസ് തന്നെ വയ്ക്കണം. അപ്പോൾ 450 കുടുംബക്കാരുണ്ട് നമ്മുടെ കോട്ടപ്പടി ശാഖയിൽ. ഈ 450 കുടുംബക്കാരിലും ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരും തീരെ കഷ്ടത അനുഭവിക്കുന്ന ആൾക്കാരും എന്തിനു പറയുന്നു, അവിടെ എൻ്റെ ഭാര്യയുടെ സ്വന്തമല്ല, വെല്ലിച്ചൻ്റെ ഭാര്യ വെല്ലുമ്മച്ചയ്ക്ക് തന്നെ ഈ അടുത്ത കാലത്താണ് ഒരു കാല് മുറിച്ച് കളയേണ്ട ഒരു അവസ്ഥ വന്നത്. അതിനു മുന്നേ മുതൽ ഞാൻ പറയുന്നുണ്ട്, അത് നമ്മൾ ഇതെല്ലാം നിർത്തി ധ്യാനം ചെയ്യൂ, ഈ നമ്മുടെ ഗുരുദേവൻ പറഞ്ഞാൽ നമ്മൾ അനുസരിക്കൂ, ഗുരുദേവൻ്റെ ആജ്ഞ ലംഘിച്ച് ജീവിക്കുന്നതാണ് നമ്മുടെ പ്രശ്നം. നമ്മുടെ ആൾക്കാർ രക്ഷപ്പെടാത്തതിൻ്റെ കാരണവും അത് തന്നെയാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാനും അതുപോലെ നമ്മെ ശാഖയെ നയിക്കാൻ വരുന്ന ആൾക്കാർ കൃത്യമായിട്ടും ഗുരുദേവൻ പറഞ്ഞത് ആചരിച്ചിട്ട് അങ്ങോട്ട് കയറുക. ഞാൻ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഒരു 2007 കാലഘട്ടത്തിൽ യൂണിയൻ കമ്മിറ്റി തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് യൂണിയൻ കൗൺസിലർ തിരഞ്ഞെടുപ്പിൽ 2 വിഭാഗം പാനൽ അവതരിപ്പിച്ചു. ആ 2 വിഭാഗം പാനൽ അവതരിപ്പിച്ചപ്പോൾ ഞാനിവിടുന്ന് ചെന്ന അവിടുത്തെ പ്രവർത്തനവും എൻ്റെ രീതികളും ശ്രദ്ധിച്ച് ഈ 2 പാനലിലും എൻ്റെ പേരുണ്ടായിരുന്നു. അതുകൊണ്ട് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയെ കൂടിയാണ്. ശക്തി എടുത്താണോ? അതറിയാം. ആ ഗുരുദേവൻ അവിടെ എന്നെ അനുഗ്രഹിച്ച ആ ഒരു സ്ഥാനത്തേക്ക് കൂടെ കയറ്റിവിട്ടു. എന്നിരുന്നാൽ തന്നെയും നമ്മുടെ ആൾക്കാർ പണ്ട് കുമാരനാശാൻ്റെ ഒരു പുസ്തകത്തിൻ്റെ കഥകളുണ്ട്, അതൊക്കെ നമ്മൾ പറഞ്ഞാലും നമ്മുടെ ആൾക്കാർക്ക് എത്രമാത്രം മനസ്സിലാവുമെന്നറിയില്ല. ഗുരുദേവൻ മലബാർ സൈഡിലായിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പുസ്തകം വിറ്റ് കിട്ടിയ പൈസ കൊണ്ട് ഒരു വിദ്യാഭ്യാസം, ഒരു പഠനശാല സ്ഥാപിക്കുകയും ആ പഠനശാല സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം പുസ്തകം വിറ്റ് കിട്ടിയ പൈസ കൊണ്ടാണ് ഉണ്ടാക്കിയത്. പക്ഷേ എങ്കിൽ തന്നെയും നമ്മുടെ ആൾക്കാർ എന്ത് പറഞ്ഞു, അത് ഇതിൽ SNDP പ്രസ്ഥാനത്തിൽ നിന്ന് മോഷ്ടിച്ചെടുത്ത പൈസയാണ്, അതുകൊണ്ട് ഗുരു തൃപ്പാദങ്ങൾ ഇവിടെ വന്ന് ആ പ്രശ്നം പരിഹരിക്കണം, അല്ലെങ്കിൽ ഇവിടെ വലിയ അടി തമ്മിത്തലൊക്കെ ഉണ്ടാകും എന്ന് പറഞ്ഞൊരു ചരിത്രമുണ്ട്. തൃപ്പാദങ്ങൾ എന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, വേണ്ട, കുമാരി അങ്ങനെ ചെയ്യില്ല, നിങ്ങൾ അതിനുവേണ്ടി എന്നെ വിളിച്ചു വരുത്തണ്ട എന്ന് പറഞ്ഞു. അതുപോരാ, അവിടെ വന്ന് പ്രശ്നം തീർത്തി അവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞ് ഗുരുദേവൻ അന്നത്തെ നമ്മുടെ ഭരണ തലത്തിലുള്ള ആൾക്കാരൊക്കെ വിളിച്ചു വരുത്തി ഗുരുദേവനോട് വന്ന് പ്രശ്നം പറ്റി പഠിച്ചപ്പോൾ അദ്ദേഹം എഴുതിയ പുസ്തകം അദ്ദേഹം വിറ്റ് കാശുണ്ടാക്കി ആ കാശ് പൊതു നന്മയ്ക്കായിട്ട് വിനിയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു ബിൽഡിങ് പണിതത്. അതിലും ഗുരുദേവനെ തെറ്റിദ്ധരിപ്പിച്ച് കുമാരനാശാനെ തെറ്റിദ്ധരിപ്പിച്ച് അദ്ദേഹത്തിന് മനോവിഷമം ഉണ്ടാക്കത്തക്ക രീതിയിൽ ആൾക്കാർ പ്രവർത്തിച്ചു. ഇന്നും അത് തന്നെ ചെയ്യുന്നു. അന്ന് ഗുരുദേവൻ ഒരു പിടി മണലെടുത്ത് ശപിച്ച ആൾക്കാരാണ് നമ്മൾ ഇന്നത്തെ ഈ SNDP പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുനടക്കുന്ന ആൾക്കാർ. അദ്ദേഹം ഒരു പിടി മണ്ണെടുത്തിട്ട് ഈ വലിച്ചെറിച്ചിട്ട് പറഞ്ഞു, ഈ പൂഴിമണ്ണ് മണ്ണിൽ വീണപ്പോൾ എങ്ങനെയാണോ ഒന്നിനോടൊന്ന് ബന്ധപ്പെടാതെ അതുപോലെ നിങ്ങളായിരിക്കുമെന്ന് പറഞ്ഞ് ശപിച്ചതാണ്. ആ ശാപം ആ വേദന കൊണ്ട് അത്ര ശപിക്കുക. ഗുരുദേവന് ഗുരുസ്തവം ആ പ്രാർത്ഥന എഴുതിയ ഒരു ആൾ കൂടിയാണ് നമ്മുടെ മഹാകവി കുമാരനാശാൻ. ഗുരുസ്തവം നാരായണമൂർത്തി എന്നുള്ള ആ ഒരു ഗുരുസ്തവം എഴുതി ഗുരുദേവന് സമർപ്പിച്ചത് കുമാരനാശാനാണ്.
അപ്പോൾ ഇത്രയും വലിയ വലിയ സത്യങ്ങൾ അല്ലെങ്കിൽ സീമാജി പറയുമ്പോൾ സൂക്ഷ്മ രഹസ്യങ്ങൾ ഇവിടെ കിടക്കുമ്പോൾ അതിനെപ്പറ്റി ആഴത്തിൽ പഠിക്കാനോ ആ ഗുരുദേവ ദർശനങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനോ ചെയ്യാതെ ഇന്ന് ആ സ്ഥാപനത്തിൽ കയറിയിരുന്ന് ഭരിക്കുന്നവരൊക്കെ എന്താണെന്ന് വെച്ചാൽ മദ്യ വ്യാപാരികളായിട്ടും ഈ ഇന്നത്തെ പുതിയ തലമുറയെ ആ ഗുരുദേവ ദർശനങ്ങൾ പഠിപ്പിക്കാതെ അറിയാതെ അവരാണ് ഇന്ന് ആ ഭരണതലത്തിൽ ഇരിക്കുന്നവർ. അവരവരുടെ ലാഭത്തിന് വേണ്ടി ബിസിനസ് ചെയ്യുന്നു. അപ്പോൾ അവരുടെ ലാഭത്തിന് വേണ്ടിയിട്ട് ഇത്രയും 1444 യൂണിയനോ ശാഖകളോ ഒക്കെയോ ആണ് എൻ്റെ അന്നുള്ള അറിവ്. അതായത് 2007 ഞാൻ കയറുമ്പോൾ ഭരണത്തിലിരിക്കുമ്പോൾ. ഇപ്പോഴത്തെ സ്ഥിതിയൊന്നും അറിയില്ല. സ്ഥിതി വിവരക്കണക്കൊക്കെ എടുത്ത് നമ്മുടെ അംഗങ്ങളെ ഉന്നമനത്തിലേക്ക് നയിക്കണമെന്നൊക്കെ ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്. സ്ഥിതി വിവരക്കണക്കിൻ്റെ പ്രാധാന്യം എന്താണെന്ന് അറിയില്ല. അപ്പം പക്ഷേ ഇപ്പൊ നമുക്ക് ഒരുപാട് പേര് ഉണ്ട് ഗുരുദേവന്റെ ആ ഒരു സത്യമാർഗത്തിലേക്ക് അറിയാതെ അവരെന്താണ് ഗുരു പറഞ്ഞതെന്ന് ഇനിയും ഗ്രഹിക്കാൻ കഴിവില്ല. അപ്പൊ അവരോട് ഈ ധ്യാന മാർഗത്തെ കുറിച്ച് പറഞ്ഞ് ഗുരുവിനെയും ഗുരു സന്ദേശങ്ങളെയും ഗുരു പറഞ്ഞിട്ടുള്ള ആ ഒരു ദർശനങ്ങളെ കുറിച്ച് അന്തരംഗത്തിൽ ദർശിക്കാൻ നമുക്ക് ഈ ധ്യാനം കൊണ്ട് സാധിക്കുമെന്ന് താങ്കളൊരു ഉന്നമനത്തിന് ഇപ്പൊ നാളെ നടത്തിയ ഒരു ക്ലാസ് തന്നെയാണ് അതിന്റെ തെളിവ്. അപ്പൊ അതിനെ എങ്ങനെ ജനങ്ങൾ അംഗീകരിച്ചു തുടങ്ങിയോ? ജനങ്ങളെ അംഗീകരിച്ചു തുടങ്ങിയെന്ന് വെച്ചാൽ ചില ആൾക്കാരൊക്കെ അത് അംഗീകരിച്ചു. കുറച്ച് പേര് മാത്രമാണ് അംഗീകരിച്ചിട്ടുള്ളൂ. ഇത് ഞാൻ എവിടെയോ പോയി എന്തോ പഠിച്ചിട്ട് വന്ന് ശാഖയിലുള്ള ആൾക്കാരിലേക്ക് അടിച്ചേൽപ്പിച്ചു എന്നുള്ളൊരു കാഴ്ചപ്പാടിൽ കണ്ട ആൾക്കാരും ഉണ്ട്. അത് എൻ്റെ മാത്രം ഉത്തരവാദിത്തത്തിൽ ചെയ്ത് തീർക്കേണ്ടതാണെന്നുള്ള ഒരു നിലപാടായിരുന്നു അവർക്ക്. ശാഖയിൽ നിന്ന് ഒരു ഏറെക്കുറെ നമുക്ക് ആ ഒരു ക്യാമ്പയിൻ ചെയ്യാനുള്ളൊരു സൗകര്യം തന്നു. അതൊഴിച്ച് മറ്റേ ആളെ സംഘടിപ്പിച്ച് തരുന്ന കാര്യത്തിൽ വരെ അവർ വിമുഖത കാണിച്ചു എന്നുള്ളതാണ് എനിക്ക് അന്വേഷണത്തിൽ അറിയാൻ കഴിഞ്ഞത്. ആയിക്കൊള്ളട്ടെ, എങ്കിൽ തന്നെയും ഗുരുദേവൻ എനിക്ക് നേരത്തെ അനുഗ്രഹം തന്നിട്ടുള്ളതാണ്. ഗുരുദേവ ദർശനങ്ങൾക്ക് ഞാൻ ഉൾക്കൊണ്ട് എൻ്റെ വീട്ടിൽ ഒരു കുടുംബ യോഗം നടത്താൻ ആദ്യകാലത്ത് ഞാൻ SNDP പ്രസ്ഥാനത്തിൽ നിന്ന് സമയത്ത് കുടുംബയോഗം നടത്താനായിട്ട് ഞാൻ ഏറ്റു. അന്ന് ഏറ്റിട്ട് അത് മറ്റൊരു കുടുംബയോഗത്തിൽ വെച്ച് തന്നെ ഏറ്റിട്ട് ചെന്നാണ്. വീട്ടിൽ ചെന്ന് എൻ്റെ ഭാര്യയോട് പറഞ്ഞപ്പോൾ ഭാര്യ പറഞ്ഞു, അത് എന്താ അബദ്ധമാണ് കാണിച്ചത്, നമുക്ക് ഒരാൾ 4 പേര് വന്നിട്ട് ഒരു കടിഞ്ചായ ഉണ്ടാക്കി കൊടുക്കാനുള്ള സൗകര്യം നമുക്കില്ല. സൗകര്യമില്ലാതെ ചെറിയൊരു വീടാണ്. ആസ്ബസ്റ്റോസിൻ്റെ ഷീറ്റൊക്കെ മേഞ്ഞ ചെറിയൊരു മുറിയും ചെറിയൊരു ഹാളും ഒക്കെ ആയിട്ട് തീരെ ചെറുത്. ഞങ്ങൾ 4 കുട്ടികളും, എനിക്ക് 4 പെൺകുട്ടികളാണുള്ളത്. 4 കുട്ടികളും ഭാര്യ ഞാനുമായിട്ടുള്ള കുടുംബമാണ്. അപ്പോൾ അന്നത്തെ എൻ്റെ വരുമാനം തയ്യൽ കൊണ്ടാണ് ഞാൻ ഉപജീവന മാർഗം നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ തയ്യലിന് വലിയ ആ സമയങ്ങളിൽ നമുക്ക് വലിയ പണി വരുമാനമൊന്നുമില്ല. കൂലിയാണെങ്കിൽ അന്ന് കുറവുള്ളൂ. പിന്നെ അന്നത്തെ രീതി അനുസരിച്ച് കടം തയ്പ്പിച്ച് കൊണ്ടുപോയി അവർക്ക് എപ്പോഴെങ്കിലും തരുന്നൊരു സമ്പ്രദായമാണ് ആൾക്കാർക്ക്. നമ്മുടെ അടുത്ത് തയ്ക്കാൻ തരാമെന്ന് കടം പറയാമെന്നുള്ളൊരു കീഴ്വഴക്കായിരുന്നു. അപ്പോൾ അതിന് ഒരു ആ സമയത്താണ് ഭാര്യ എന്നോട് ഇങ്ങനെ ചോദിച്ചത്, നമ്മൾ എന്ത് കണ്ടിട്ടാണ് ഇപ്പോൾ ഒരു കുടുംബയോഗമൊക്കെ ഏറ്റുവെച്ചിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ 10 പേരെ വിളിച്ചിരുത്തി അവർക്ക് 10 കടിഞ്ചായ കൊടുക്കാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ലാത്ത ഈ സമയത്ത് എന്ത് കണ്ട് ഏറ്റിട്ട് പോകുന്നു എന്ന് പറയും. ഞാൻ എൻ്റെ വിശ്വാസവും കാഴ്ചപ്പാടും അനുസരിച്ച് ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, അതിൽ നീ പേടിക്കണ്ട, നീ 10 ദിവസത്തെ നൊയമ്പ് നോക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തിക്കും. നമ്മുടെ വീടൊക്കെ ക്ലീൻ ചെയ്ത് ഒരു ചിട്ടയോടുകൂടി ചെയ്യാറ്. 10 ദിവസത്തെ നൊയമ്പ് നോക്കും നിർബന്ധമായിട്ടും. അത് ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളെ എന്ത് ചെയ്യാനാണെങ്കിലും ഒരു 10 ദിവസം നൊയമ്പെങ്കിലും നോക്കണം. അപ്പോൾ അത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ഭാര്യയോട് ഇങ്ങനെ പറഞ്ഞു, അടുത്ത മാസത്തിലാണ്. അപ്പോൾ നമുക്കൊരു മാസത്തെ കാലാവധി ഉണ്ട്. ഈ ഒരു മാസത്തെ കാലാവധിക്കകം എന്നാണോ നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത് അതിന് 10 ദിവസം മുൻപ് ഈ ചിട്ട അല്ലെങ്കിൽ ആ ആചരണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാമെന്നാണ്. ഏതായാലും ഞാൻ പറഞ്ഞത് അന്ന് എൻ്റെ ഭാര്യ അത് അംഗീകരിച്ചു. പുള്ളിക്കാരി അപ്പോൾ ഒരു 10 ദിവസം മുൻപ് ഇതുപോലെ വീട് എല്ലാം അടിച്ചു വാരി ക്ലീൻ ചെയ്ത് വസ്ത്രങ്ങളെല്ലാം കഴുകി ഉള്ളതൊക്കെ നല്ല വൃത്തിയായിട്ട് ആചരണം തുടങ്ങി. ആ ആചരണം തുടങ്ങിയപ്പോൾ ഞാൻ അന്ന് ഒക്കെ ടൈലറിങ്ങിൽ വളരെ പണി കുറവായതുകൊണ്ട് ഞാൻ രാവിലെ റബ്ബർ ടാപ്പിങ്ങിന് പോയിട്ടാണ് പോകാറ് പതിവ്. അപ്പോൾ റബ്ബർ ടാപ്പിങ്ങിന് പോയിട്ട്
ഞാൻ കടയിൽ ചെന്നിരുന്നു. അവിടെ ചെല്ലുമ്പോഴേക്കും ഒരു 10-11 മണിയാവും. ആ 11 മണിക്ക് ഞാൻ ആ മുറിയിൽ ഇരുന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട് ഒരു മാസം, ഒരു 2-3 മാസക്കാലമായി ഞാൻ ആ ഒരു പുതിയ മുറിയൊക്കെ എടുത്ത് ഇരിക്കാൻ തുടങ്ങിയിട്ട്. അന്നേ വരെ ആരും അങ്ങനെ കയറി വരാറൊന്നുമില്ല. വല്ലപ്പോഴൊക്കെ വന്നെങ്കിലായി. എന്നാൽ അത്യാവശ്യം ചെറിയൊരു പണി. പക്ഷേ പണിയില്ലാതെ ഞാൻ ഇരുന്ന് ഉറങ്ങലാണ് സത്യം. ഞാൻ ഇരുന്ന് ഉറങ്ങും. 1 മണിക്ക് ആകുമ്പോൾ ഒരു ബസ് അതിൽ വരും. അത് എൻ്റെ ഒരു സുഹൃത്ത് ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബസ്സാണ്, കല്ലൂർക്കാട് നിന്ന് വരുന്ന. ഇദ്ദേഹം എന്ത് വെച്ചാൽ ഹോൺ നീട്ടടിക്കും. ഞാൻ ഇരുന്ന് ഉറങ്ങണമെന്ന്. ആ ഹോൺ കേട്ട് ഞാൻ എഴുന്നേൽക്കും. അപ്പോൾ പതിവും പടി ഞാൻ അന്ന് ടാപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഭക്ഷണവും കഴിഞ്ഞ് കടയിൽ ചെന്ന് കട തുറന്ന് ഇരുന്ന് ഞാൻ ചെന്നെങ്കിൽ ഇരുന്ന് സാധാരണ രീതിയിൽ ഇരിക്കാൻ ഉറങ്ങാൻ തുടങ്ങിയപ്പോഴേക്കും ഒരാൾ ഒരു ഷർട്ട് കൊണ്ട് കയറി വന്നു. പെട്ടെന്ന് ഈ ഷർട്ടൊന്ന് തയ്ച്ചാൽ എനിക്ക് അർജൻറ്റായിട്ട് വേണമെന്നും പറഞ്ഞ് ഷർട്ട് തയ്ക്കാൻ വന്നു. ആ ഷർട്ട് ഞാൻ തയ്ച്ചു കൊടുക്കും, ഏറ്റു. അതപ്പം വളരെ സന്തോഷത്തോടെ ഏറ്റു. പിന്നെ ഒരു ഒഴുക്കായിരുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് തടഞ്ഞു നിർത്താൻ പറ്റാത്ത രീതിയിലുള്ള പണിയും കൂടി വരാൻ തുടങ്ങി. അതായത് ഗുരുദേവൻ പറഞ്ഞ ആചരണം നമ്മൾ എന്ന് തുടങ്ങിയോ അവിടെ തുടങ്ങി അനുഗ്രഹങ്ങൾ വാരി ചൊരിഞ്ഞ് തന്നെയുണ്ട്. ആ പണി എനിക്ക് പിന്നെ അവസാനം എനിക്ക് പറ്റില്ല എന്ന് പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചു. കാരണം എനിക്ക് ചെയ്യാൻ നേരമില്ല. കാരണം അന്നത്തെ പരിസ്ഥിതിയിൽ ആരും പണിക്ക് കിട്ടാനില്ല. അപ്പോൾ ഞാൻ രാപകലില്ലാതെ എടുത്ത് പണിയെടുത്ത് എനിക്ക് എൻ്റെ കുടുംബം നല്ല രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുവരാനും ഈ കുട്ടികളെ പഠിപ്പിക്കാനും കഴിഞ്ഞു. മൂത്ത മോൾ നേഴ്സ്, രണ്ടാമത്തെ 2 പേരെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, ഇളയാൾ PG ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ആ ഒരു നിലയിലേക്കൊക്കെ എനിക്ക് അവരെ എത്തിക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ഒപ്പം നല്ല വൻ കടം ബാഹ്യമായ രീതിയിൽ എനിക്ക് വരികയും ചെയ്തു. ഒത്തിരി കടങ്ങളുണ്ട്, ഒത്തിരി ബാധ്യതയുണ്ട്. ഇപ്പോഴും ഞാൻ ആ ബാധ്യതയിൽ നിന്ന് പിന്മാറിയിട്ടില്ല. എന്നിരുന്നാൽ തന്നെ ഉണ്ടായിക്കോട്ടെ, കുഴപ്പമില്ല. നമുക്ക് സമാധാനമുണ്ട്, ഒന്നുമില്ല. അപ്പോൾ അന്ന് ഞാൻ ഈ കഷ്ടതയിലിരിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ഞാൻ ദശാംശം കൊടുക്കാൻ തയ്യാറായി. അന്ന് ഞാൻ ശാഖയിൽ പറഞ്ഞു, നമ്മൾ ഓരോ യൂണിറ്റുകൾ തോറും ഇതുപോലൊരു സംഭവം ഉണ്ടാക്കണം. ആ യൂണിറ്റിൽ നിന്ന് നമുക്ക് എല്ലാവരും ദശാംശം പിരിച്ചിട്ട് നമുക്ക് ഇവിടെ ഇല്ലാത്തവർക്ക് കൊടുക്കാനുള്ള സംവിധാനം ചെയ്യണമെന്ന് എന്ന് പറഞ്ഞു. പക്ഷേ അവരാരും ഇത് അംഗീകരിച്ചില്ല. അപ്പം നമ്മുടെ ആൾക്കാർക്കൊക്കെ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ആചരണത്തിന് തയ്യാറല്ല. ഗുരുദേവൻ്റെ കാര്യം പറയുമ്പോൾ അതൊക്കെ ഞങ്ങൾക്കറിയാം. ചിത്തശുദ്ധി വരുത്തുന്നതിനെ പറ്റിയൊരു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു കുടുംബയോഗത്തിൽ പറയാമെന്ന് പറഞ്ഞു. ചിത്തശുദ്ധി വരുത്തുന്നത് എന്താണ്? നമ്മൾ ഇത് പാടിപ്പോയിട്ട് കാര്യമില്ലല്ലോ. എന്താണ് ചിത്തശുദ്ധി? നമ്മളത് പാലിക്കുന്നുണ്ടോ ആചരിക്കുന്നുണ്ടോ എന്ന് ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. വേണ്ട, അതൊന്നും ഇയാളിപ്പോൾ തൽക്കാലം ഇവിടെ പറയാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ ആൾക്കാർ അത്രമാത്രം ഒരു അധപ്പതനത്തിലേക്ക് ചിന്തിക്കുന്ന ആൾക്കാരാണ്. ആ കൂടെ ഒരു കാര്യം കൂടി പറയാതെ വയ്യ. കാരണം ഈ അടുത്തിടെ ഒരു ഫണ്ട് ശേഖരണാർത്ഥം നമ്മുടെ യൂത്ത് മൂവ്മെൻറ്റ് എൻ്റെ കുട്ടികൾ ഇതുപോലെ ചികിത്സാ സഹായം കൊടുക്കാനായിട്ട് ഒരു ഫണ്ട് ശേഖരണം നടത്താനായിട്ടാണ് ഉദ്ദേശിച്ചത്. അതിനൊരു ബിരിയാണി ചലഞ്ച് വയ്ക്കാൻ തീരുമാനിച്ചു. അത് നമ്മുടെ ഗ്രൂപ്പിൽ SNDPയുടെ ഗ്രൂപ്പിൽ വന്നു. പിന്നെ ബിരിയാണി ചലഞ്ച് വെച്ച് ആൾക്കാർക്ക് സാധുജനങ്ങളെ സംരക്ഷിക്കാനായിട്ട് ഒരു ബിരിയാണി ഫണ്ട് ശേഖരിക്കുന്നതിനായിട്ട് ഒരു ബിരിയാണി ചലഞ്ച് വയ്ക്കാം. അപ്പോൾ ഞാൻ വിളിച്ചിട്ട് ചോദിച്ചു, ഇത് എന്ത് ബിരിയാണിയാ ഒന്ന് പറയാമോ എന്ന് ചോദിച്ചു. വെജിറ്റബിൾ ആണോ? അല്ല. പിന്നെ എന്താ ബിരിയാണിയാ? ചിക്കനാണോ? അതെ. പറ്റില്ല എന്ന് പറഞ്ഞു. ആ പരിപാടി നടത്താൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. ഗുരുദേവൻ പറഞ്ഞേക്കണ കാര്യങ്ങൾ ഗുരുദേവ പ്രസ്ഥാനത്തിനകത്ത് ഗുരുദേവൻ പറഞ്ഞേക്കുന്നത് ആചരിക്കാനേ പറ്റുള്ളൂ. അല്ലെങ്കിൽ SNDP എന്നുള്ള പേര് മാറ്റണം. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എന്നാണ് അതിൻ്റെ പേര്. അവിടെ ശ്രീനാരായണൻ പറയുന്ന കാര്യം ധർമ്മ പരിപാലനത്തിന് തയ്യാറാകാത്തവർ പിന്നെ എന്താ SNDP? അത്രമാത്രം അധപ്പതിച്ച് പോയ നമ്മുടെ യുവജനങ്ങൾ. അപ്പോൾ അത്രമാത്രം അധപ്പതിച്ചെങ്കിൽ എന്താണ് അതിന് കാരണം? ഇത്ര നാളെ ഇത്ര വർഷങ്ങൾ ഈ ഗുരുദേവ പ്രസ്ഥാനങ്ങൾ കൊണ്ടു നടന്ന ആൾക്കാരിൽ തന്നെയല്ലേ എൻ്റെ വീഴ്ച. അപ്പോൾ അവർ കാര്യങ്ങൾ അറിഞ്ഞ് ഗുരുദേവൻ പറഞ്ഞ ദർശനം ഉൾക്കൊണ്ട് അതിലേക്ക് വരണമെന്നാണ് എനിക്ക് ഈ SNDP അല്ലെങ്കിൽ ഗുരുദേവ ദർശനത്തിൽ എനിക്ക് പറയാനുള്ളത്. ഗുരുദേവനെ എന്നെ അനുഗ്രഹിച്ചിട്ടുള്ള അദ്ദേഹം എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഒരു കുടുംബയോഗം നടത്താൻ പോയിട്ട് 1 വർഷം കുടുംബയോഗം നടത്താനുള്ള എനിക്ക് പണി എനിക്ക് തന്നു. 1 വർഷം റെഗുലറായിട്ട് കുടുംബയോഗം നടത്താനുള്ള പണി എനിക്ക് തന്നു. അത് ഞാൻ ഉൾക്കൊണ്ടു. അത് ഉൾക്കൊണ്ട് ഞാൻ ഓരോ യോഗത്തിലും ചെന്ന് പറയുമ്പോൾ അവർ നമ്മൾ പലരും പുച്ഛിച്ച് തള്ളാറാ പതിവ്. അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ കണ്ടെത്തി. അതൊന്നും ഞാൻ സമൂഹത്തിൻ്റെ മുന്നിൽ പറയുന്നില്ല. നമ്മുടെ ആൾക്കാരുടെ അധപ്പതനം അല്ലെങ്കിൽ നമ്മുടെ ആൾക്കാർ എത്രമാത്രം ഗുരുദേവനെ അംഗീകരിക്കുക എന്നുള്ള ആ ഒരു പൊള്ളത്തരം ഞാൻ മറ്റുള്ളവരിലേക്ക് പറയുക എന്നുള്ളത് മോശമാണ്, സങ്കടകരമായൊരു കാര്യമാണ്. ഒപ്പം നമ്മളെ ഗുരുദേവൻ പറഞ്ഞ പോലെ വാതിൽ തുറന്നിടുക എല്ലാവർക്കുമായിട്ട്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന
അദ്ദേഹം പറഞ്ഞ ആ കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ടും അതിനുവേണ്ടി നമ്മുടെ SNDP സ്ഥാപനങ്ങൾ തുറന്നിടുക. SNDPയുടെ മുൻപിലാകട്ടെ നമ്മുടെ ഈ എല്ലാ ബസ് സ്റ്റോപ്പും നമ്മുടെ SNDPയുടെ മുൻപിൽ വരുത്തണമെന്ന് കൂടി ഞാൻ എല്ലാ യോഗങ്ങളിലും പറയാറുണ്ട്. അതുപോലെ ഈ VMC കാണുന്ന ഓരോരുത്തരോടും, അത് SNDPക്കാരായിക്കോട്ടെ ആരായിക്കോട്ടെ, അവരോട് താങ്കൾക്ക് ഈ ധ്യാനത്തെ കുറിച്ചിട്ട് പറയും, ധ്യാനത്തിലേക്ക് വരാനും ധ്യാനം ചെയ്യാനായിട്ട് എന്താ താങ്കൾ പറയുന്നത് ദിവ്യ സന്ദേശം? ഇതിലേക്ക് എനിക്ക് പറയാനുള്ള സന്ദേശം എന്താണെന്ന് വെച്ചാൽ, നാം ഓരോരുത്തരും എല്ലാ ആൾക്കാരും, അത് ജാതി മത വർഗ വർണ്ണ ഭേദമന്യേ എല്ലാ ആൾക്കാരും ഈ ധ്യാനത്തിലേക്ക് വരണം എന്നുള്ളതാണ്. പല ആൾക്കാരോട് ഞാൻ ഇത് പറഞ്ഞിട്ട് പലരും എനിക്ക് നോൺ ഉപയോഗിക്കാതെ ജീവിക്കാൻ കഴിയില്ല, നമുക്ക് ആരോഗ്യം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്. അപ്പോൾ എനിക്ക് കിട്ടിയ അറിവ് വെച്ചാൽ ഞങ്ങളോട് ചോദിച്ചു, കാട്ടിൽ വളരുന്ന ആന അത്രയും ആരോഗ്യമുള്ള കാര്യമൊന്നുമില്ല, അത് തികഞ്ഞ സസ്യഭുക്കാണ്, അതിന് ഇത്ര ആരോഗ്യമുണ്ട്. കുതിരയ്ക്ക് നമ്മൾ എഞ്ചിനൊക്കെ പവർ ഹോഴ്സ് പവറാണ് നമ്മൾ പറയുന്നത്, അതിന് ഇത്രയും പവറുണ്ട്. അതിൻ്റെ കുതിര ഹോഴ്സ് പവറാണ് അതിനിട്ടേക്കുന്നത്, അത് ഇതൊന്നും കഴിച്ചിട്ടല്ല. അപ്പോൾ അവർ പറയുന്നതെന്ന് വെച്ചാൽ ആദ്യകാലം മുതൽ ഇങ്ങനെ മത്സ്യവും മാംസമൊക്കെ ആൾക്കാർ ഉപയോഗിക്കാറുണ്ട്. ചില ആൾക്കാർ പറഞ്ഞത് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളോട് ഇത് ഉപയോഗിക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ അവർ പറയുന്നു. പക്ഷേ എൻ്റെ അറിവ് പരിമിതമായിരിക്കാം. അള്ളാഹു ആണെങ്കിൽ രക്തത്തെയും മാംസത്തെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ളൂ. നീ നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുന്ന പറഞ്ഞാൽ സകല ജീവരാശികളെ സ്നേഹിക്കുക, ഏത് പിതാവും പുത്രനും എന്ന പോലെ ഈ സകല ജീവരാശിയും പിതാവിന്റെ പുത്രന്മാരാകുന്നു എന്നാ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അവനവന്റെ ജിഹ്വചാപല്യങ്ങൾക്ക് വേണ്ടി എല്ലാ സത്യങ്ങളെയും വളച്ചൊടിച്ചു എല്ലാവരും, അല്ലെ, എല്ലാ മതവും എല്ലാ ജാതിയും ഒക്കെ. അപ്പൊ അതിന് നമുക്ക് നമ്മളെ സ്വയം രക്ഷിക്കാൻ ആദ്യം എന്ത് തിന്നാലും ശരി കണ്ണടച്ച് ധ്യാനത്തിൽ ഇരിക്കുക എന്ന് പഠിപ്പിച്ചു കൊടുക്കാം നമുക്ക്, അല്ലെ? മാറ്റം വരട്ടെ, അല്ലെ? അതിപ്പോ അങ്ങനെ പറയേ അതനുസരിച്ച് ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തൊരു നമ്മുടെ ഭാര്യയുടെ നാത്തൂനാണ്, സതി എന്നാണ് പേര്, പുള്ളിക്കാരിയോട് പറഞ്ഞു. പുള്ളിക്കാരി അത് ഉൾക്കൊണ്ടു. അന്ന് വലിയ ധ്യാനത്തിലിരിക്കേണ്ട ആൾ, ഇന്നിവിടെ വരാൻ പ്ലാൻ ചെയ്തതാണ്, ഇന്ന് ഇങ്ങോട്ട് വന്നില്ല. അപ്പോൾ പുള്ളിക്കാരിക്ക് ശ്വാസം മുട്ട പ്രശ്നം ഉണ്ടായിരുന്നു, അത് മാറി. അത് മാറി. ഇപ്പം ഞാൻ ഗുളിക കഴിക്കുന്നില്ല എന്ന് കഴിഞ്ഞ ദിവസം എന്നോട് വിളിച്ചു പറഞ്ഞു, സീമാജി കോട്ടപ്പടി SNDPയിൽ വന്നതെന്ന് അവിടെ വന്നിട്ടുണ്ടായിരുന്നു ആൾ, സീമാജിയോടൊപ്പം നിന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെയാണ്. അപ്പോൾ എനിക്ക് ഇതിൽ വന്നതിന് ശേഷം ഉണ്ടായ അനുഭവങ്ങൾ ഞാൻ ഇതുവരെ പറഞ്ഞില്ല, ഒത്തിരി അനുഭവങ്ങൾ വന്നു എന്നാണ് പറഞ്ഞോളൂ. അപ്പോൾ എനിക്ക് 45 മിനിറ്റ് നേരെ ഇരിക്കാൻ പറ്റാത്ത ആ ഒരു അസുഖം പൂർണ്ണമായും മാറി. എനിക്ക് ഇപ്പം യാതൊരു പ്രശ്നമില്ല. ഞാൻ അന്ന് മെഡിറ്റേഷനിൽ പങ്കെടുത്തതിന് ശേഷം കലശമല എന്ന് പറഞ്ഞ തൃശ്ശൂർ ഭാഗത്തുള്ളൊരു മഹർഷിയുണ്ട്, അദ്ദേഹത്തെ കാണാൻ പോയി. അത് 5 മണിക്കൂർ ഇരുന്ന് ആണ് പോയത്. കഴിഞ്ഞാണ് ഇരുന്ന് പോയി. അവിടെ ചെന്ന് യാതൊരു പ്രശ്നമില്ലാതെ ഞാൻ തിരിച്ചു പോന്നു. ഒപ്പം എനിക്ക് ഷുഗർ ഉണ്ടായിരുന്നു. 12-14 വർഷത്തോളം ഏതാണ്ട് ഷുഗർ ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഷുഗറിൻ്റെ പേരിൽ കുറേ പാർശ്വഫലങ്ങളുണ്ടായി, പല രോഗങ്ങളുണ്ടായി. 3-4 ഓപ്പറേഷൻ ഞാൻ അഭിമുഖീകരിച്ചിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞോടുകൂടി ഞാൻ തീരുമാനിച്ചു, ഇനി മരുന്ന് ഞാൻ കഴിക്കില്ല എന്ന് ഉറച്ച തീരുമാനം എടുത്ത് നിൽക്കുമായിരുന്നു. ആ ഉറച്ച തീരുമാനത്തിലേക്ക് എന്നെ കൊണ്ടുവന്ന് എത്തിച്ചത് VMCയിലാണ്. ഇനി ഞാൻ ആശുപത്രി പോകില്ല എന്ന് ഉറച്ച തീരുമാനം എടുത്തായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്ക് എൻ്റെ സുഹൃത്ത് ഈ VMCയിൽ എത്തിച്ചത്. അപ്പോൾ അതിന് ശേഷം ഞാൻ ഗുളിക കഴിച്ചിട്ടില്ല. അപ്പോൾ ഈ ഡിസ്ക് കംപ്ലൈൻറ്റ് മാറി, ഗുളിക കഴിച്ചുകൊണ്ടിരുന്ന നിർത്തി. അത് നിർത്താനും കാരണമുണ്ട്. നിർത്താൻ കാരണം ഞാൻ ഒരു ഷുഗറിന് ഗുളിക കഴിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കിത് കഴിക്കുമ്പോൾ എന്തൊരു അസ്വസ്ഥത തോന്നി വയറിനകത്ത് ഗുളിക കഴിക്കുമ്പോൾ. അത് സാധാരണ ഇല്ലാത്തൊരു അസ്വസ്ഥതയാണ്. മറ്റേ ഗുളിക കഴിച്ചാൽ എനിക്കൊരു സുഖം കിട്ടണം, ഇത് നേരെ അസ്വസ്ഥതയായി. അപ്പോൾ ഞാൻ ഇതെന്താണെന്നറിയാൻ വേണ്ടി ചെന്ന് ഷുഗർ ചെക്ക് ചെയ്തപ്പോൾ ഷുഗറുണ്ട്, അവിടെ കണക്കിൽ ഷുഗറുണ്ട്. പക്ഷേ എനിക്ക് വേറെ ഒന്നും എഫക്റ്റ് ചെയ്യുന്നില്ല. സാധാരണ ഷുഗർ ഉണ്ടെങ്കിൽ ദാഹം കൂടും, പരവേശം കൂടും, എന്ത് ഭക്ഷണം കഴിച്ചാലും വിശപ്പ് മാറില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നടന്നു. അപ്പോൾ ഞാനത് ഇതിൽ ഷുഗർ കൂടുതലുണ്ടെങ്കിൽ തന്നെയും ചെക്ക് ചെയ്തപ്പോൾ കൂടുതലുണ്ടെങ്കിൽ തന്നെയും ഞാൻ ഈ ഗുളിക കഴിക്കൽ നിർത്തി. നിർത്തിയപ്പോൾ പിറ്റേ ദിവസം വയറ്റിൽ യാതൊരു കംപ്ലൈൻറ്റും ഇല്ല. അത് കഴിഞ്ഞ് ഞാൻ പിറ്റേ ദിവസം ഒരു ദിവസം കഴിച്ചു, ഗുളിക കഴിച്ചു. അന്നേരം ഈ പറഞ്ഞ ആദ്യത്തെ പ്രശ്നങ്ങളുണ്ട്. വീണ്ടും ഞാൻ നിർത്തിയിട്ട് നോക്കിയപ്പോൾ യാതൊരു കുഴപ്പമില്ല. ഷുഗർ ചിലപ്പോൾ കാണിക്കും, റീഡിങ് അതിൽ കാണിക്കും, പക്ഷേ എനിക്ക് യാതൊരു പ്രശ്നമില്ല. ഇപ്പം ഞാൻ സുഖമായിട്ട് പഞ്ചസാര ഇട്ട് ചായ കഴിക്കുന്നു. എല്ലാ സമയവും പഞ്ചസാര ഇട്ടാണ് കഴിക്കുന്നത്. ചായ, ലഡു, ജിലേബി, ഇതുപോലെ മധുരമെല്ലാം കഴിക്കുന്നുണ്ട്. ഏത്തപ്പഴം വരെ സുഖമായിട്ട് 1, 2, 3 വരെ കഴിക്കേണ്ട ഒരു ദിവസം, യാതൊരു പ്രശ്നമില്ല. ഞാൻ
പവർ, ധ്യാനത്തിന്റെ ശക്തി. ശക്തിയുണ്ട്, എനിക്കതിൽ വിശ്വാസമുണ്ട്. ഞാൻ ഉറപ്പിച്ച് എൻ്റെ വീട്ടിലെല്ലാവരും പറഞ്ഞു, അച്ഛാ ഈ മരുന്ന് എന്തെങ്കിലും മേടിച്ച് കഴിക്കട്ടുമെന്ന്. ഞാൻ പറഞ്ഞു ഞാൻ കഴിക്കില്ല എന്ന് പറഞ്ഞു. എനിക്ക് കഴിക്കേണ്ട കാര്യമില്ല, കഴിച്ചപ്പോൾ എനിക്കത് ദോഷഫലമാണ് വന്നത്, അതുകൊണ്ട് ഇനി അത് കഴിക്കില്ല എന്ന് പറഞ്ഞു. ഇതിൽ എന്നെ പഠിപ്പിച്ചത് നോ മെഡിസിൻ നോ ഡോക്ടർ, അത് ഞാൻ ഉൾക്കൊള്ളുന്നു, ഇനി മരുന്ന് കഴിക്കുന്നത് പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അപ്പം അത്രയും കാര്യങ്ങൾ സ്പഷ്ടമായില്ലോ, വ്യക്തമായല്ലോ. കൂടാതെ ഒരു കാര്യം കൂടി, ഒരു അത്ഭുതം കൂടി എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. നമ്മളാ പൂക്കാട്ടുപടി ധ്യാനം കഴിഞ്ഞ് ചെന്ന് നമ്മൾ രാത്രി ബ്രഹ്മ മുഹൂർത്തത്തിൽ എണീറ്റ് കുളിയും കഴിഞ്ഞ് ധ്യാനത്തിനിരിക്കുക എന്നുള്ളൊരു ഞാൻ വേണ്ടി തയ്യാറായി. 2 മണിക്ക് തന്നെ എണീറ്റ് കുളിക്കാനായിട്ട് എണ്ണയൊക്കെ തേച്ച് കുളിമുറിയിൽ ചെന്ന് ഹീറ്റർ ഓൺ ചെയ്തു. ഞാൻ 30 വർഷമായിട്ട് 34 വർഷമായിട്ടുണ്ട് ഞാൻ ചൂടുവെള്ളത്തിലാണ് സ്ഥിരം കുളിക്കാറ്. പച്ചവെള്ളത്തിൽ 1 കപ്പ് വെള്ളം തലയിൽ വെച്ച് അപ്പം തുമ്മൽ തുടങ്ങും. അതുപോലെ തണുപ്പടിച്ചാൽ എനിക്ക് തുമ്മൽ, ചീറ്റൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഈ വെള്ളം കുളിക്കാനായിട്ട് വെള്ളം ഹീറ്ററിൽ ഹീറ്റർ കിട്ടിയത് ഒരു അത്ഭുതമാണ്. ഞാൻ ഈ വെള്ളം അടുപ്പിൽ ചൂടാക്കി തിളപ്പിച്ച് സ്റ്റൗവിൽ ചൂടാക്കിക്കൊണ്ട് കുളിമുറിയിലേക്ക് കടന്നു പോകുന്ന എൻ്റെ 2ാമത്തെ മകളൊക്കെ വിവാഹം കഴിച്ചാണ് മകൻ കണ്ടത്. ഇദ്ദേഹം വീഡിയോ കോൾ വിളിച്ചിട്ടിരിക്കുകയായിരുന്നു, അതിവിടെ ഞാൻ പാസ് ചെയ്തു പോയത്. അപ്പോൾ ഇദ്ദേഹം കണ്ടു, അച്ഛനെ ഇത് കൊണ്ടുപോകണമെന്ന് ചോദിച്ചാൽ അവൻ ചൂടുവെള്ളം കുളിക്കാൻ കൊണ്ടുപോയതാന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി ഇവിടെ വർക്ക് ചെയ്യുന്നത് ഷിപ്പിലാണ്. അപ്പം ഇദ്ദേഹം അപ്പം തന്നെ ഓർഡർ ചെയ്തു, ഒരു ഹീറ്റർ അച്ചായിക്ക് സ്പോൺസർ ചെയ്തു. അത് വീട്ടിൽ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്ത് 1 മാസം ഞാൻ കുളിച്ചില്ല. അതിന് മുമ്പ് ഞാൻ ധ്യാനത്തിൽ പങ്കെടുത്തു. അന്ന് രാത്രി ഞാൻ ഇതുപോലെ തലേദിവസം ചൂടുവെള്ളത്തിൽ കുളിച്ചിട്ടാണ് ധ്യാനത്തിൽ പങ്കെടുക്കാൻ വന്നത്. പിറ്റേ ദിവസം പുലർച്ചയ്ക്ക് എണീറ്റ് വെള്ളം ചൂടാക്കാനായിട്ട് ഹീറ്റർ ഓൺ ചെയ്തപ്പോൾ അത് ഹീറ്റർ ഓണായി, ലൈറ്റൊക്കെ തെളിച്ച് കിടപ്പുണ്ട്, റെഡ് ലൈറ്റ് തെളിഞ്ഞ് കിടപ്പുണ്ട്, പക്ഷേ വെള്ളം ചൂടായില്ല. ഞാൻ ഒരു ബക്കറ്റ് വെള്ളം എടുത്ത് ഡൈല്യൂട്ട് ചെയ്യാനായിട്ട് തുടങ്ങിയപ്പോൾ ചൂടുവെള്ളം വരണില്ല, പച്ചവെള്ളം തന്നെ പറഞ്ഞത്. ശരി, ഇതെന്ത് സംഭവിച്ചു എന്ന് ഓർത്തു. നോക്കിയപ്പോൾ ലൈറ്റ് അത് ഓണാണ്, പക്ഷെ അതങ്ങനെ തന്നെ കിടപ്പുണ്ട്, യാതൊരു പ്രശ്നമില്ല, പക്ഷേ വെള്ളം ചൂടായില്ല. അപ്പോൾ ഞാൻ ദൈവമേ ഞാനാണ് ചെയ്യണമെന്ന് ഓർത്തു. അപ്പോൾ സാധാരണ ചെയ്യാറുള്ള എന്നാ വെച്ചാൽ ഞാൻ ഒരു ഗായത്രി മന്ത്രമൊക്കെ ജപിച്ചൊക്കെയാണ് കുളിക്കാറ്. അതേ ഗായത്രി മന്ത്രം ജപിച്ചു, സാധാരണ ചെയ്യുന്ന രീതി അത് ആവർത്തിച്ചു, വെള്ളം എടുത്ത് തലയിലേക്ക് ഒഴിച്ചു. ഒന്നും സംഭവിച്ചില്ല. ഞാൻ ഗംഗാജലത്തിൽ കുളിക്കുന്ന അതേ അനുഭൂതിയോടെ ഗംഗാമാതാവ് ഗംഗാദേവി എന്നെ അനുഗ്രഹിച്ചു. ഞാൻ ആ ഒരു തീർത്ഥത്തിൽ കുളിച്ച ആ ഒരു അനുഭൂതിയുടെ കുളിച്ച് പുറത്തിറങ്ങി. ഒരിക്കൽ പോലും തുമ്മിയില്ല. അതിന് ശേഷം ഞാൻ ചൂടുവെള്ളം ഉപയോഗിച്ചിട്ടുമില്ല. ആചരണത്തിന്റെ ശക്തിയാണ് ഗുരുദേവൻ പറഞ്ഞത്. ആചരണമാണ്, ആചരണം ചെയ്യുന്ന വ്യക്തിയാണ് താങ്കൾ. അതുകൊണ്ടാണ് താങ്കൾ ശക്തിയായി മാറിയത്. ശക്തിയായി മാറിയവർക്ക് എന്തെങ്കിലും സംഭവിക്കുമോ? ഒന്നും സംഭവിക്കില്ല. ഒരുപാട് നന്ദി മാഷെ, നന്ദി മാത്രം. കോഴിക്കോട് ഒരു യാത്രയിൽ എനിക്കൊരു അനുഭവം ഉണ്ടായി. കോഴിക്കോട് ബസ് യാത്രയിൽ ഞാൻ ഡ്രൈവറോടൊരു കാര്യം പറഞ്ഞിട്ട് നേരെ തിരിച്ച് സീറ്റിലേക്ക് പോയപ്പോൾ സഡൻ ബ്രേക്ക് കിട്ടും. ബ്രേക്ക് ഇട്ട് ഞാൻ പിടുത്തം കിട്ടിയില്ല, നേരെ ബാക്കിലേക്ക് വന്ന് തല കൃത്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ടി വി പഠിച്ചിട്ടുണ്ടല്ലോ, അതിലൊന്നാണ് ഇടിക്കണത്. അതിന് വേണ്ടി വന്നപ്പോൾ ഈ ഇടയ്ക്ക് വന്ന് ഈ സൈഡ് ഹാൻഡ് റെസ്റ്റ് വെച്ചിട്ടുണ്ടല്ലോ, അതിലേക്ക് എൻ്റെ കൈ ഇവിടെ ബാക്കിയൊന്നൊരൊറ്റ ഇടി ഇടിച്ചു. ആ ഇടി എന്ന് പറഞ്ഞൊരു 1.5 ഇടിയായിരുന്നു. ഇരുന്നു പോയി അവിടെ. ആ കോഴിക്കോട് ഒരു സമ്മേളനത്തിന് പോയതാണ്. ആ സമ്മേളനം കഴിഞ്ഞ് രാത്രി 2 മണി കഴിപ്പിക്കും തിരിച്ചു ഇവിടെ വന്നു. അവിടെ തന്നെ ഞാൻ അനുഭവിച്ച വേദന എന്താണെന്ന് വെച്ചാൽ നമുക്ക് പറഞ്ഞറിയിക്കാവുന്നതല്ല. ഞാൻ അപ്പം അങ്ങ് മനസ്സ് വിചാരിച്ചു, ദൈവമേ ഞാൻ ഇനി നാളെ രാവിലെ ആശുപത്രിയിലേക്ക് പോകേണ്ട വരുമെന്ന് തോന്നുന്നില്ല, ഞാൻ ആശുപത്രി കയറില്ല എന്ന് ശബ്ദം ചെയ്തൊരാളാണല്ലോ എന്ന് വിചാരിച്ചു. അപ്പം സത്യത്തിൽ എനിക്ക് അവിടെ ഒരു പ്രൊട്ടക്ഷൻ കിട്ടി. പിന്നെ അവിടെ ഇടിച്ച് തല അപ്പോൾ ഞാൻ വന്ന വഴി തന്നെ വീട്ടിൽ കയറിയിരുന്നു, കുളിച്ച് ധ്യാനത്തിന് തന്നെ ഇരുന്നു. 2 മണി കൃത്യം 3 മണിക്ക് ഞാൻ ധ്യാനത്തിന് കയറിയിരുന്നു. നേരം വെളുത്ത് എണീറ്റ് നോക്കിയപ്പോൾ എനിക്ക് യാതൊരു പ്രശ്നം. 6 മണിക്ക് കണ്ണു തുറന്നപ്പോൾ അവിടെ ഒരു ഷോക്ക് വരെയില്ല. അതായത് എക്സ്റേ എടുക്കേണ്ട വരുമെന്നുള്ള കണക്കൂട്ടലാണ് കിടക്കണത്. പക്ഷേ അതൊന്നും സംഭവിച്ചാൽ വേദന ഇല്ല. ഞാൻ എന്നെ തൊട്ടൊക്കെ നോക്കി, നോ പ്രോബ്ലം. അവിടെ ഒരു അത്ഭുതം സംഭവിച്ചു. ശക്തി കാത്തു. അപ്പോൾ അതുപോലെയുള്ള അനുഭവങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ എൻ്റെ കാല് തട്ടി പൊട്ടിയിട്ടുണ്ട്. ഈ നഖം നന്നായിട്ട് ഒരു ഇടി കൊടുത്താൽ അതിനും ഇതുപോലെ ഒരു മരുന്നും ചെയ്തില്ല.
ആ കൃത്യമായിട്ട് അത് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ക്ലിയറായി. ആ അതുവരത്തേക്ക് ഞാൻ പിന്നീട് ഒന്നും സംഭവിക്കാതെ ശ്രദ്ധിച്ചു. പക്ഷേ എന്തായാലും അത് ക്ലിയറായി. അതുപോലെ നഖമൊക്കെ ഈ സൈഡൊക്കെ ക്ലിയർ അല്ലായിരുന്നു. അത് ക്ലിയർ ആകാൻ വേണ്ടി അത് തട്ടിയെന്ന് എനിക്ക് മനസ്സിലായി. ആ ഇവിടെയൊക്കെ നന്നായി മോശമായിരുന്നു. അതൊക്കെ ഇപ്പം നന്നായിട്ട് ട്രൈ ആയി. മറ്റേ നഖമൊക്കെ ഈ സൈഡ് ഇങ്ങനെ മോശമായിട്ട് ഇരുന്ന വേറെ കളറൊക്കെ ആയിട്ട് അതെല്ലാം ക്ലിയറായി. അതിന് വേണ്ടിയാണ് അവിടെ ഒരു തട്ട എനിക്ക് കിട്ടിയത്. ആ അത് കടയിൽ വന്നിരുന്നപ്പോൾ ഡിസ്ക് കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. ഞാൻ കസേര മാറ്റിയിട്ട് ക്ലീൻ ചെയ്തിട്ട് അവിടെ കസേര ഇടാതെ ഇരുന്ന് വീണു, സൈഡ് കുത്തി വീണു. അപ്പോൾ ആ സൈഡ് കുത്തി വീണപ്പോൾ എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു, നിനക്ക് അവിടെ ഇച്ചിരൂടെ ക്ലിയർ ആവാണ്ടായിരുന്നു, അതിന് വേണ്ടിയിട്ട് ചെയ്തതെന്ന് പറഞ്ഞു. അത് കറക്റ്റ് വേണം. ആ പിന്നെ അവിടെ യാതൊരു പ്രശ്നമില്ല. അപ്പോൾ അതുപോലെ വളരെ എന്താ പറയുന്നത്, അത്യപൂർവമായ ഒരു അനുഭവമാണ് എനിക്ക് കിട്ടിയതും അനുഗ്രഹം കിട്ടിയതും. അതുപോലെ തന്നെ എന്നിൽ സംഭവിച്ചിരിക്കുന്ന ആ ഒരു ആത്മജ്ഞാനത്തിൽ കൂടി എനിക്ക് നേടാൻ കഴിഞ്ഞ അതാണ്. അതുകൊണ്ട് നമുക്ക് എല്ലാ ദിവ്യാത്മസ്വരൂപരും നമ്മളെല്ലാവരും ധ്യാനത്തിൽ കൂടി വന്ന് എല്ലാവരും ദിവ്യാത്മസ്വരൂപരായി മാറണമെന്നും പത്രിജി നമുക്ക് കാണിക്കുന്ന പാത നമ്മളെല്ലാവരും ആചരിക്കണമെന്നും അത് ആചരിച്ചുകൊണ്ട് നമുക്ക് 2029 വരാൻ പോകുന്ന പുതിയ 2024 മുതൽ 2029 ഉള്ളില് ഒരുപാട് ക്ലൻസിംഗ് പ്രോസസ് സംഭവിക്കും. അതായത് ഭൂമിയുടെ അസെൻഷൻ അല്ലേ? അപ്പോഴേക്കും നമ്മൾ ശക്തരാകണം. അങ്ങനെ നമ്മളെല്ലാവരും തയ്യാറാകണം. ഈ അത് ഞാൻ ലോകത്തോടെ പറയുന്നത്, ഒരാളോടോ ഒരു വ്യക്തിയോടോ ഒരു സ്റ്റേറ്റിനോടോ അല്ല. ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് ഗുരുദേവൻ വിഭാവനം ചെയ്ത അതേ സംഭവത്തിൽ കൂടി നമ്മുടെ ശ്രീബുദ്ധ ഭഗവാന്റെ ആനാപാന സതിയിൽ കൂടി നമ്മൾ ഈ ലോകത്തിന് ഒരു നന്മ വരുന്ന, ലോകത്തെ സംരക്ഷിക്കുന്ന ഒരു പ്രവണതയിലേക്കും അതിൻ്റെ പ്രവർത്തനത്തിലേക്കും അതിൻ്റെ ആ ശാക്തീകരണ പ്രക്രിയയിലേക്ക് എല്ലാവരും പങ്കാളികളാകണമെന്നും അതിൽ കൂടി ഈ ധ്യാനത്തിൽ കൂടി നമ്മളെല്ലാവരും ദിവ്യാത്മസ്വരൂപന്മാരായി തീരണമെന്നും ഞാൻ ഈ ലോകത്തോട് തന്നെ VMCയിലൂടെ അപേക്ഷിക്കുകയാണ്. താങ്ക് യു മാം. താങ്ക് യു യൂണിവേഴ്സ്.